വെൽക്കം ബാക്ക് ടു ന്യൂസ് ബസ്. അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷം. തിരുവൻവണ്ടൂർ, മുട്ടാർ, തലവടി അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. അച്ചൻകോവിൽ, പമ്പ, മണിമലയാറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഭൂരിഭാഗം റോഡുകളിലേക്കും വെള്ളം കയറി. ഗ്രാമീണ റോഡുകളിൽ ഗതാഗതം പ്രതിസന്ധിയിലാണ്. ശരൺ ചേരുന്നു അപ്പർ കുട്ടനാട്ടിൽ നിന്നും. ശരൺ, മഴയൊന്നും മാറി നിൽക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അത്രയേറെ പ്രതിസന്ധിയുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായെന്ന് മനസ്സിലാക്കുകയാണ്. നിലവിൽ എന്താണ് വിവരങ്ങൾ? റോഷ്നി, മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അത് പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. പക്ഷേ അപ്പർ കുട്ടനാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ രൂക്ഷമായി തുടരുന്നുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടരുകയായിരുന്ന വെള്ളക്കെട്ട് ഇന്നും രൂക്ഷമാണ്. തിരുവൻവണ്ടൂർ അടക്കമുള്ള പ്രദേശങ്ങൾ, അതായത് തലവടി, മുട്ടാർ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ട്. വെള്ളം അധികം ഇറങ്ങുന്നില്ല, അതായത് ചെറിയ തോതിൽ മാത്രമാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. എന്തായാലും പലയിടങ്ങളിലും ആളുകൾ ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട് കഴിയുന്നത്, ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യമുണ്ട്. അവർക്ക് വേണ്ടി ഭക്ഷണം എത്തിക്കാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് കുറേ പേരുണ്ടോ? അങ്ങനെ കുറേ പേരുണ്ട്. നമുക്കിവിടെ 2-3 ക്യാമ്പുണ്ട്. ഒന്ന് സ്കൂളിൽ, JV സ്കൂളുണ്ട്, പിന്നെ ചെറുപുഷ്പം ദേവാലയത്തിലുണ്ട്. അവിടെ എല്ലാം ആൾക്കാരുണ്ട്. അവിടെയൊക്കെ ക്യാമ്പ് ആയതുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കും. നമ്മളിത് കൊണ്ടുപോകുന്നത് വീടുകളിലുള്ളവർക്കാണ്. വീടുകളിൽ വെള്ളം കയറിയിട്ട് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ, കാരണം വെള്ളമൊന്നുമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഏരിയകളുണ്ട്. ഈ ക്യാമ്പിലേക്ക് മാറ്റില്ല, അല്ല, ക്യാമ്പുകളിലേക്ക് പോകേണ്ട, അവർ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല. അപ്പോൾ അവർ വീടുകളിൽ തന്നെ സുരക്ഷിതരായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അവർക്ക് നമുക്ക് എത്തിപ്പെടാൻ, വെളിയിലോട്ട് ഇറങ്ങി വരാനും ഒന്നും അവർക്ക് പറ്റാത്ത സാഹചര്യമാണ്. ഇന്നലേക്ക് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങോട്ട് പോലും വരാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ, അരപ്പൊക്കമുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾ എങ്ങനെയായി? ഞങ്ങളിങ്ങനെ നീന്തി തന്നെയാണ് കൊണ്ട് കൊടുക്കുന്നത്. ഇന്നലെ ഞങ്ങൾ വള്ളത്തെ കുറച്ചിട വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ വെള്ളം നീന്തി തന്നെയാണ് കൊണ്ട് കൊടുക്കുന്നത്. 3 ദിവസമായിട്ട് ഇങ്ങനെ മഴ, ഇന്നിപ്പോൾ മഴയില്ലെന്നേ ഉള്ളൂ, പക്ഷേ വെള്ളക്കെട്ടുണ്ട് അങ്ങോട്ട്. ഇപ്പം ഇവിടെ ഇത് പ്രയാർ ഭാഗമാണ്. ഇത് അങ്ങോട്ട് പോയി മുറിയാക്കര, കളികൽപ്പടി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും മുട്ടിന് മുകളിൽ വെള്ളമുണ്ട്. ആ സൈഡിലാണ് വീടുകളിൽ വെള്ളമുള്ളത്. റോഷിനി, ഇതാണ് സാഹചര്യം. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 2 ആറുകൾ, പമ്പയാറും മണിമലയാറും, ഈ 2 ആറുകളുടെയും ജലനിരപ്പിൽ യാതൊരുവിധ കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ കരകവിഞ്ഞ് ഒഴുകുകയും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നത്. പരമാവധി ആളുകളെ ഈ വീടുകളിൽ നിന്ന് അടക്കം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചിലർ ബന്ധുവീടുകളിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില ആളുകൾ, അതായത് വലിയ തോതിൽ വീടുകളിലേക്ക് വെള്ളം കയറാതെ തന്നെ റോഡിലൊക്കെ വെള്ളം കയറി കിടക്കുന്ന, അങ്ങനെ കഴിയുന്ന ആളുകൾ, അവർക്കായിട്ട് ഇപ്പോൾ ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയാണ് സന്നദ്ധ പ്രവർത്തകർ പോകുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിന് കാര്യമായ മാറ്റം, അത് രാവിലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വെള്ളം ഇറങ്ങിക്കൊണ്ട് കുറേയൊക്കെ പ്രദേശങ്ങളിൽ ആ ഒരു സ്ഥിതി മാറിക്കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഈ മഴ കാര്യമായി തന്നെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആലപ്പുഴ ജില്ലയിൽ ആകെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ചെങ്ങന്നൂർ താലൂക്ക് എന്ന് പറയുന്നത്. ചെങ്ങന്നൂരിൽ 25, അതായത് ചെങ്ങന്നൂർ താലൂക്കിൽ മാത്രം 25 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ 462 കുടുംബങ്ങളെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ജലനിരപ്പിൽ കാര്യമായ മാറ്റമുണ്ടാകാത്തത്, ജലനിരപ്പ് കുറയാത്തത് പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട്. വെള്ളം വലിയ തോതിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അതാണ്, മഴയില്ല, പക്ഷേ വെള്ളക്കെട്ടിലാണ് അപ്പർ കുട്ടനാട് എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്നത്.